ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾ ഓണം ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും ഷഫിൾ ചെയ്തു പോയി. പിന്നെ കുറേ പേർക്കും ഷിഫ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം പുറത്ത് പോയി ഫുഡ് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ തന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ ചേട്ടൻ ചേച്ചിക്ക് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിപ്പോൾ ഗിൽബണിലാണുള്ളത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. അപ്പം ഈ പ്രാവശ്യം ഷാരിയില്ല. ഷാരി നാളെ വരത്തുള്ളൂ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാരും വിശന്ന് വലഞ്ഞു കൊറേ സമയമായിട്ട്. അല്ലെ, രണ്ടരക്കായിരുന്നു ബുക്കിംഗ്. നമുക്ക് ഈ 3 മണിക്ക് ഓണം സദ്യ കഴിക്കാനുള്ള വിധിയേ ഉള്ളൂ എപ്പോഴും. കഴിഞ്ഞ പ്രാവശ്യം 3 മണി ഇല്ലായിരുന്നു. ഗ്രീസ് കേട്ടില്ല. നമ്മള് നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ് അഞ്ജനാസ് റെസ്റ്റോറൻറ്റ്. നമ്മുടെ സ്വന്തം ഹൗസ് ഓണർ ചേട്ടൻ്റെ, നമ്മുടെ സ്വന്തം ബീച്ചേട്ടൻ്റെയും പ്രേ ചേച്ചിയുടെയും നമ്മുടെ സ്വന്തം. അപ്പം ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി. എന്നാലും നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളും ബാക്കി ഞങ്ങളുടെ ഓണം ആഘോഷമൊന്നുമില്ല. എന്നാലും നമുക്ക് അങ്ങോട്ട് പോകാൻ തരും. അതിലൊക്കെ രസം അറിയോ? ഒരു ടേബിൾ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പേര് മാറ്റി ടേബിൾ ബുക്ക് ചെയ്തത് രാജു. ഇങ്ങനൊരു ടേബിൾ നല്ല കണി. എനിക്ക് മാത്രമേ അരിയില്ല, ചോറ്. ഇട്ടോളൂ. അത് കുഴപ്പമില്ല. ചൂട്
ഹാപ്പിയാണ് ചേട്ടാ പരിപ്പ്. നെയ്ക്ക് ഇമ്പോസും കൊടുത്ത് വെച്ച് നെയ്യ്. അതെ അതെ നെയ്യ്. നെയ്യ് വെച്ചു നെയ്യ് വെച്ചു. താങ്ക് യു. ഫുഡിന്റെ മുന്നിൽ തലയില്ല തല. സോറി. തീർച്ചയായിട്ടും. ആനന്ദളിയൻ ജെറിയളീനെ പറഞ്ഞു. ഗോപിക. അതെ അതെ. അപ്പോൾ ഞാനും അങ്ങോട്ട് കഴിച്ചു കൊടുക്കാം. ക്യാമറാമാൻ ഫുഡ് അടിക്കുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ കഴിക്കുന്നത്. ഹാപ്പി ആണോ? ഞാൻ ഹാപ്പി അല്ല. എന്താ ഹാപ്പി അല്ലാത്തെ? കുറച്ചുകൂടി ചോറ് വേണം. കഴിഞ്ഞ പ്രാവശ്യം ചോറ് വെച്ച് തന്നത് എങ്ങനെയുണ്ട്? രണ്ടാമത്തെ ചോറ് പറയാൻ വേണ്ടി രണ്ടാമത് ചോറിടാൻ പോകുന്നു. എന്തോന്നത് എന്ത് വീഡിയോ ഇതിനു വേണ്ടി വേണം ഇട്ടാ പറ്റൂ. അത് മതി. ചോളൂ. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും മലയാളം റേഡിയോ ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഈ ലോകത്തിൽ കൊച്ചിനിങ്ങനെ പഠിച്ച് പറയാൻ അറിയത്തില്ല. പോലൊക്കെ പറയും. കൊച്ചിന്റെ പേര് പറയും. പ്രീജ പോൾ അല്ല ഈ കോളേജിൽ പറഞ്ഞു റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞു. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ പേര് പ്രീജയാണ്. പ്രീജയുടെ ലൈഫ് വൈബ്സിന്റെ എല്ലാവിധ പേജിന്റെ പേര് പറയും. ലൈഫ് വൈബ്സ്. എന്തുകൊണ്ട് ഈ ശ്രോതാക്കളെല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടും. ഞങ്ങള് ഇവര് വീഡിയോ എടുത്തോണ്ടിരിക്കണുണ്ട്. ക്യാമറമാന്റെ പേരുണ്ടോ? കാർത്തിക്. അതിനോടൊന്നും പറ്റില്ല. താങ്ക് യു. ആ ലുക്ക് നോക്കട്ടാ. വയറ് വന്നിരിക്കുന്നുണ്ട്. ഓക്കെ. ആ പറ. സദ്യയൊക്കെ കഴിച്ചു. വയറ് ഫുള്ളായി. ഇലയൊന്നും നോക്കട്ടെ. ഞാൻ പാവം. പറ. വരുമായിരിക്കും. ആ മോര് കൂട്ടി കഴിച്ചു. അതെ. എന്തുകൊണ്ട് വെള്ളം കുടിച്ചു? പറ. പറടാ എങ്ങനെയുണ്ട്? അയ്യോ രണ്ട് പപ്പടം. അതെ. വന്നോണം നിന്നോണം തിന്നോണം പൊക്കോണം. ഗ്രേസിന് എന്താണ് പറയാനുള്ളത്? ഗ്രേസ് അതെ അതെ അതെ. ഇങ്ങനെ വേണം എന്തായിരുന്നു സദ്യ കഴിക്കാൻ. തോന്നത്തില്ല ഒരിക്കലും ഇല്ല. അടിപൊളി. പിന്നെ ഷാരി ഇടയ്ക്കൊക്കെ ഇല്ലെന്ന് പറ. എന്നാലും ഷാരി മിസ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാവുന്നു. ഓ ഷാരി ഞങ്ങൾ വയനാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറ. തലേദിവസം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അടുത്ത ദിവസം നമ്മള് ചോറൊക്കെ ഉണ്ടാക്കി. അതെ അതെ. അതിന്റെ കൂടെ നല്ല പാട്ടുമുണ്ട്. നല്ല അതാണ് പായസം വന്നു. പായസം കൊണ്ടുവന്ന് ബ്രോയുടെ പേരെന്താണ് ബ്രോ? ജോസഫ്. അയ്യവ 2 കൂട്ടം പായസം. മോളെ പായസം വന്ന് കരയാതാ.
പിന്നല്ലാതെ ഇതെങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഒഴിക്കുക. ആഹാ. എന്നിട്ട് ഇതിപ്പോ അമ്പലപ്പുഴ പായസം. ആ, അരിപ്പായസം. ഇതിന് പപ്പടം, ഇതിന് പഴം. ഞാൻ വിചാരിച്ചു ബോളി അത് മിസ് ചെയ്ത്. ആ ഇങ്ങനെ മടക്കി കഴിയുമ്പോഴേക്കാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ എന്നാണ് അങ്ങനെ പറയാ. സംസാരിക്കാൻ പോയിട്ട് വയ്യാത്തോണ്ടാ. കട്ടിലെവിടെ കട്ടിലെവിടെ കട്ടിലെവിടെ. ആ സത്യം, എനിക്ക് അല്ലെങ്കിലും ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ജോലി കഴിഞ്ഞ് ഷെഫിന്റെ ലണ്ടന് കിട്ടത്തില്ല. ആ മറ്റേ പായസം ഉണ്ടല്ലോ, വെള്ള പായസം, അത് നല്ല ഭയങ്കര അടിപൊളിയാണ്. നൊസ്റ്റാൾജി അടിച്ചു, നൊസ്റ്റാൾജി. അതെ, ബാക്കി വരത്തില്ല. അതാണ് എന്റെ ഇത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ആണ്. ഫുഡ് മാത്രമല്ല, അക്കോമഡേഷൻ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം ആരുമില്ല, തിരക്കൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉള്ള കഴിഞ്ഞ 5 വർഷത്തെ അവാർഡ് കിട്ടിയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ ലണ്ടൻ കറി അവാർഡ്സ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം 2019, 2018, 2019, 2021, 22, 23 വരെയുള്ള 2023 വരെയുള്ള എല്ലാ അവാർഡ്സും കിട്ടിയിട്ടുള്ള വളരെ അടിപൊളി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അവാർഡും കിട്ടിയിട്ടുള്ള അല്ലെ സർട്ടിഫിക്കേഷൻസും എല്ലാം ഉള്ള റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ അജനാസ് റെസ്റ്റോറൻറ്റ്. അപ്പം നിങ്ങൾ UK ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഫുഡ് കഴിക്കാം. കിൽബണിലാണ് കടയുള്ളത്. കടയുടെ ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാം. നല്ല നല്ല ഫുഡാണ്. ചേട്ടൻ തന്നെയാണ് ഫുഡ് വെക്കുന്നതും ചേട്ടൻ്റെ റെസിപ്പിയും കാര്യങ്ങളും അല്ലാണ്. ഒരു മായം അല്ലെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഫുഡ്. ഇവിടെ വന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ബിരിയാണി. ബിരിയാണി ഒരു രക്ഷയില്ല. UK നിങ്ങൾ എവിടെ പോയി കഴിച്ചാലും ഇത്രയും ടേസ്റ്റുള്ള ഒരു ബിരിയാണി വേറെ എവിടെയും കിട്ടത്തില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും, അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഓണം സെലിബ്രേഷൻ. ഞാൻ നേരത്തെ വീഡിയോയിൽ കുറേ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിൽ നമ്മുടെ ഫാമിലി എല്ലാവരും, നാട്ടിലുള്ള ഫാമിലി, ഇവിടെയുള്ള നമ്മുടെ ബാക്കി എല്ലാ മെമ്പേഴ്സിനെയും ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് സദ്യയൊക്കെ കഴിച്ചപ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ നമുക്കൊരു സന്തോഷം. അപ്പം ഈ വീഡിയോ, നമ്മുടെ ഓണം വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓണം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.